अभी तो मैं दिल्ली पे है, थोड़ा लेट हो गए जाने के लिए। आज तो राजस्थान तक पहुंचना है, तो गाड़ी में सब कुछ पैक हो रहा है. അപ്പോൾ ഞങ്ങൾ രാവിലെ വണ്ടി പാക്ക് ചെയ്യുന്നു. രാജസ്ഥാനിലോട്ടാണ്. ലേറ്റായി പോയി. നമ്മൾ ലേറ്റായിട്ടാണ് വന്നത്. ഇന്നലെ ഒരു വണ്ടിയുടെ ലോഞ്ചും കഫേയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ലേറ്റായി പോയി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഏകദേശം പാക്ക് ചെയ്ത് കഴിയാറായി. അപ്പോൾ ഇനി നേരെ രാജസ്ഥാനിലോട്ട് പോകുന്ന വഴി കാണാം. थोड़ा सा गलती हो गया, कार का लोकेशन डाल के हम लोग अभी एक्सप्रेस हाईवे में पहुंच गया. अभी तो इधर से दूसरा रास्ता में जाने के लिए बहुत दूर जाना पड़ेगा. ഇപ്പം ഞങ്ങളുള്ളത് മുംബൈ ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് ഹൈവേയുടെ മേളിലാണ്. ആക്ച്വലി കാറിൻ്റെ ലൊക്കേഷൻ ഇട്ടാണ് വന്നത്. ഇവിടെ ബൈക്ക് കയറുമോ ഇല്ലയെന്ന് അറിഞ്ഞൂടെ. ഇവിടെ ബൈക്ക് കയറുമോടാ? ഇത് ബൈക്ക് കയറുന്ന വഴിയാണോ? രസകരമായ സംഭവം, ഞങ്ങളിന്ന് കാറിൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ട് മുംബൈ എക്സ്പ്രസ് ഹൈവേ കയറി. ലാസ്റ്റ് പണി കിട്ടുമെന്നായപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾക്കൊരു 10-30 കിലോമീറ്റർ ഞങ്ങൾ വെറുതെ ഓടിക്കേണ്ടി വന്നു. ബാക്കിൽ നമ്മൾ ഓടിച്ച് പിന്നെ തിരിച്ച് വീണ്ടും ബൈക്കിൻ്റെ വഴിയിലോട്ട് നമ്മൾ വന്നിട്ട് വേണ്ട ഇപ്പോൾ ഫരീദാബാദാണെന്ന് തോന്നുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് കൃത്യമായിട്ട് അറിയത്തില്ല. ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറിയിട്ടുണ്ട്. नाश्ता सब करके हम लोग अभी हाईवे पर पहुंच गया. अभी राजस्थान पहुंचने वाली है, लेकिन बीच में तो हम लोग बहुत घायलों को देखा है. तो इतना बड़ा हॉर्न है, मैं कभी नहीं देखा. ये राजस्थान वाला गाय तो थोड़ा अलग होता है, बहुत सुंदर भी है. हम लोग वो देखकर थोड़ा समय रास्ता पर खड़ा भी है. ഇവിടത്തേക്ക് പശുക്കളാണ് ഇതൊക്കെ. എന്തോരം വലിയ കൊമ്പുകളാണെന്ന് നോക്കി. ജയ്പൂരിലെത്തിയിട്ടുണ്ട്. വിശന്ന് പണ്ടാരടങ്ങി. വേണ്ട ഒരു മസാല കിച്ചടിയും ഒരു പ്ലെയിൻ കിച്ചടിയും ഓർഡർ ചെയ്തു. അപ്പോൾ എന്തായാലും ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി. റോറിംഗ് ഹോക്സ് भी मेरा कैंपेन की पार्ट हो गया. से नो टू ड्रग्स ഇവരും എൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി. ഇപ്പോൾ ഞങ്ങളുള്ളത് ജയ്പൂരിലാണ്, റോറിംഗ് ഹോക്സിലാണ്. ഞാനിപ്പോൾ എല്ലാവരെയും കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ തലവൻ ഗൗരവ്, റോക്കി ഭായ്. നമസ്കാരം. ഇതിൽ ഒന്ന് प्रवीण जी, बॉब जी. हम दोनों पहली मुलाकात है नहीं इसके पहले आप सिर्फ आप ही है. ओके, बाकी सब पहली वाला दोस्त लोग है. പക്ക നാട്ടുമ്പുറം ഭക്ഷണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാ നാട്ടിലും അവരവരുടേതായിട്ടുള്ള നാട്ടുമ്പുറം ഭക്ഷണം കാണണം. അങ്ങനെ ഒരു ഭക്ഷണമാണ് നമ്മളിപ്പോൾ കഴിക്കാൻ വന്നേ. ഞാൻ കാണിക്കാം. നാടൻ സ്റ്റൈലിൽ, ഇത് നാടൻ സ്റ്റൈലിൽ हम लोग दूसरा भाषा है. നാടൻ സ്റ്റൈലിൽ റൊട്ടി ഉണ്ടാക്കുന്നതാണ്. केरल. लेकिन पहली बार मैं राजस्थान में आकर मैं ये देखा है, देसी फूड बना रहा है. ये सबका नाम बताना पड़ेगा. ये क्या है? ये है बेजड़ का रोटी. हाँ. इसमें 9 तरह का आटा होता है. हाँ. इट्स बेसिकली मोटा अनाज जो कि डाइजेस्ट बहुत इजीली हो जाता है. हाँ. इसको बोलते हैं मिर्ची के टपोरे. और ये है लहसुन और लाल मिर्च की चटनी. ये है मलाई रबड़ी. और ये है बूंदी का रायता. ये है आलू प्याज पनीर की सब्जी. ना इधर ही है, इधर भी है. आलू प्याज पनीर की सब्जी जो कि सिर्फ देसी घी में बनता है. और ये है राजस्थानी कड़ी. और ये है राजस्थान की फेमस गट्टा करी. ये है ചുട്ട പപ്പടം. സത്യം പറഞ്ഞാൽ ഈ റൈഡിനിടയിൽ ഇത്രയും ദിവസം പപ്പടം കഴിച്ചിട്ടില്ല. ഇന്നാണിതാ പപ്പടം കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താ ഫുഡ് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു നാടൻ ഫുഡും വേണം, ദേശി ഫുഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ
ദേശീയ ഫുഡിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുവന്നതാണ് ദേ ഇവർ